ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മുരിങ്ങയിലക്കറി. മുരിങ്ങയിലക്കകത്ത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഹെൽത്തി റെസിപ്പി അല്ലേ? നേരത്തെ ഞാൻ മുരിങ്ങയില തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് ഗ്രേവിയുള്ള മുരിങ്ങയിലക്കറി. എസ്പെഷ്യലി നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങയെന്ന് ഇല പറിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിലോ ടേസ്റ്റ് കൂടും. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് മുരിങ്ങയില പിക്ക് ചെയ്തിട്ട് വരാം. ഞങ്ങൾക്കിവിടെ ചെറിയ മുരിങ്ങയുണ്ട്, ഒരു കുഞ്ഞു മുരിങ്ങ. അപ്പം അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയില പറിച്ചിട്ട് നമുക്കിത് ഇതേപോലെ ഒരു മുരിങ്ങയില കറി ഉണ്ടാക്കാം. അപ്പം ഇതാണ് നമ്മുടെ മുരിങ്ങ. അതിൽ നിന്ന് കുറച്ച് ഇല പറിച്ചിട്ട് നമുക്ക് മുരിങ്ങയില കറി വെക്കാം. ഓക്കെ, ഞാൻ കുറച്ച് പിക്ക് ചെയ്തിട്ട് അത് മതി. അപ്പോൾ അത് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് ഓരോ ഇലകളായിട്ട് പിക്ക് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഇല വാഷ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് ഓരോ ഇലകളായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് മാറ്റി വെച്ചു. തണ്ട് കളഞ്ഞു, ഇലകൾ മാത്രമായിട്ട് കേട്ടോ. ബാക്കി കൂടെ ഞാൻ പിക്ക് ചെയ്തിട്ട് വരാം. ഇതിപ്പം ഇലകളെല്ലാം പിക്ക് ചെയ്ത് മാറ്റി. കണ്ടോ, വലിയ തണ്ടൊക്കെ കളഞ്ഞു. ചെറിയ തണ്ടുണ്ടോ, അതൊക്കെ ഫൈൻ കേട്ടോ. ചെറിയ തണ്ടൊക്കെ ഫൈനാണ്. വലിയ ഇങ്ങനത്തെ ഇതൊക്കെ ഓക്കെയാണ്, പക്ഷെ വലിയ തണ്ടൊന്നും ഇടല്ല. പിന്നെ ഇത് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ്: ഗ്രേറ്റഡ് കോക്കനട്ട്, ഗാർലിക്, ടർമറിക് പൗഡർ, ക്യുമിൻ പൗഡർ, കറി ലീവ്സ്. ഈ മുരിങ്ങയില കറിയുടെ അരപ്പില്ലേ, ശരിക്കും പരിപ്പിൻ്റെ അരപ്പ് പോലെ കേട്ടോ. അതിനകത്തും ഗ്രീൻ ചില്ലി ചേർക്കത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അരപ്പിലും ഗ്രീൻ ചില്ലി ചേർക്കാറില്ല. ഇത് സീസണിങ് ഉള്ളത് മസ്റ്റാർഡ് സീഡ്സും ഡ്രൈ റെഡ് ചില്ലി, കറി ലീഫ്. പിന്നെ ഇത് കടുക് വറുക്കുന്നതേ നെയ്യിലാട്ടോ. അപ്പം അമ്മ പറഞ്ഞ് നെയ്യിൽ കടുക് വറുത്താൽ ഈ കറിക്ക് ടേസ്റ്റ് കൂടുമെന്ന്. ഈ ഇലകളിൽ നിന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ട്. അപ്പം എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഇത് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ച ശേഷം ഞാൻ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടോ. 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തു. നോക്കാം, നമുക്ക് വെള്ളം ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ആദ്യം ഈ അരപ്പിൻ്റെ കൂടെ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇലയൊന്ന് കോക്കനട്ട് ഓയിലൊന്ന് വഴറ്റിയെടുത്ത് വെക്കാം. പാൻ ചൂടാക്കി കുറച്ച് കോക്കനട്ട് ഓയിൽ കേട്ടോ, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വാടിക്കഴിയുമ്പോൾ ഒന്നും കാണൂല അല്ലേ. അപ്പം അമ്മയെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് വഴറ്റിയെടുത്തല്ലേ നന്നായിരിക്കുന്നു. അപ്പോൾ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. സോസ് പാൻ എടുത്തിട്ട് വെച്ചിരിക്കുന്ന അരപ്പും മുരിങ്ങയിലക്കറിക്ക് ഈ കൺസിസ്റ്റൻസി ഓക്കെ. അപ്പം ഞാൻ അരപ്പ് ഇട്ടിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പം വെള്ളം കൂടെ അവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, അപ്പം നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നതില്ലേ, വഴറ്റി വെച്ച മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് സാൾട്ടും ഇട്ടിട്ട് ഇളക്കി. ഇനി അത് രണ്ടും കൂടെ അരപ്പും ആ മുരിങ്ങയിലയും കൂടെ അവിടെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ കേട്ടോ. ആ മുരിങ്ങയിലയുടെ ജ്യൂസൊക്കെ അതിനകത്തോട്ട് ഇറങ്ങണം. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഒത്തിരി അങ്ങ് പറ്റിപ്പോവല്ലേ കേട്ടോ, നോക്കുക കേട്ടോ. അതുപോലെ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. 5 മിനിറ്റ് കുക്ക് ചെയ്ത് നോക്കാം. ഒത്തിരി വെള്ളം കുറഞ്ഞു പോകല്ലേ കേട്ടോ. ഓക്കെ, ഇത് മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡി. നമുക്ക് കടുക് വറുത്തയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതാണ് മുരിങ്ങയില കറിയുടെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കുക. ഇതുപോലെ കുക്ക് ചെയ്ത് മാറ്റി വെക്കാൻ. നമുക്ക് കടുക് വറുത്തയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കടുക്, മുളക് ഒന്ന് വറുത്തെടുക്കാം. ശേഷം കറി ലീഫ് ഇട്ട് കൊടുക്കാം. കറി ലീഫ് കൂടെ എല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് കറി ലീഫ് എല്ലാം കൂടെ വറുത്തെടുത്തു. ഇത് ഇതിലേക്ക് ആഡ് ചെയ്തു. കടുക് വറുത്തത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുരിങ്ങയിലക്കറി റെഡി. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി. ചേറെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കടുക് വറുത്ത് ചേർക്കുക. അടിപൊളി മുരിങ്ങയില കറി റെഡിയാക്കാം. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതാണ് ഈ നെയ്യിൽ കടുക് വറുത്ത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.